ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് AI പ്രോംപ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് പേര് അവരുടെ പിക്ചേഴ്സ് കൊണ്ട് AI യൂസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ പല ടൈപ്പ് ഫോട്ടോസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ. നമുക്കും അങ്ങനെയുള്ള ഫോട്ടോസ് ഇഷ്ടം പോലെ ജനറേറ്റ് ചെയ്യാം, വളരെ ക്വിക്കായിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം. ഒരുപാട് AI ട്രിക്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിലായിരിക്കില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ബോട്ട് നമുക്ക് റിപ്ലൈ തരുന്നുണ്ടാവുക അല്ലേ. വീണ്ടും വീണ്ടും നമ്മൾ അതിനോട് എനിക്ക് ഇന്ന രീതിയിൽ വേണം അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിലേക്ക് മാറ്റൂ എന്നൊക്കെ പറയേണ്ട ആവശ്യം വരാറുണ്ട് അല്ലേ. എന്നാൽ ഇനി അങ്ങനെയുള്ള കുറേ പ്രോംപ്റ്റ്സ് നിങ്ങൾ കൊടുക്കുന്നതിന് പകരം വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട്. അതൊക്കെ തന്നെ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ട്രിക്സ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിനി വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോംപ്റ്റ് ഒന്നും ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടണ്ട. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനി തരുന്ന ആൻസേഴ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ട്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ChatGPT എടുക്കാൻ പോവുകയാണ്. ChatGPT ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. വൈ ഡസ് ദ സ്കൈ അപ്പിയർ ബ്ലൂ? സപ്പോസ് ഇതൊരു 10 വയസ്സുള്ള കുട്ടിയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവേണ്ട രീതിയിലായിരിക്കണം ChatGPT എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ഇതിൽ ഞാനിങ്ങനെ സംസാരിച്ച് ChatGPTക്ക് നന്നായിട്ട് എന്നെപ്പറ്റി അറിയാം അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഏജിനനുസരിച്ചായിരിക്കും ChatGPT തരുന്ന റിപ്ലൈ അല്ലേ. പക്ഷേ ഇപ്പോൾ ഇത് 10 വയസ്സുള്ള കുട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ELI 10 എന്ന് ചേർക്കുക. ELI 10 എന്ന് ചേർക്കുക. വെറുതെ ELI 10 എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനൊരു കോളൻ കൂടെ ഇട്ടിട്ടുണ്ട്. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇതാ നമുക്കൊരു 10 വയസ്സുള്ള കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തന്നെ ChatGPT എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ELI 5 എന്ന് പറഞ്ഞിട്ട് അടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു 5 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാവുന്ന പോലെ നമുക്ക് പറഞ്ഞുതരും. കണ്ടോ, എക്സാമ്പിളായിട്ട് ബോക്സ് ഓഫ് ക്രയോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ChatGPT എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ChatGPT എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഡുകൾ യൂസ് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് ഫോർമൽ ആൻഡ് കാഷ്വൽ എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഓഫീസിൽ ഒരു 2 ദിവസം ലീവ് എടുക്കണം എന്നിരിക്കട്ടെ. നമുക്കത് വളരെ ഫോർമലായിട്ട് അവതരിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ChatGPTക്ക് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ് /formal. ദെൻ നമുക്ക് വേണ്ട ആവശ്യം അവിടെ ഞാൻ പറയുകയാണ് ഐ നീഡ് ലീവ് ഫോർ 2 days. അപ്പോൾ തന്നെ ChatGPT അതിൻ്റെ ഫോർമൽ വേർഷൻ നമുക്ക് തരികയാണ്. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ലീവ് ഫോർ 2 days ഡ്യൂ ടു പേഴ്സണൽ റീസൺസ്. കൈൻഡ്ലി ഗ്രാൻഡ് മീ ലീവ് ഫോർ ദ മെൻഷൻ പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഫോർമൽ ആയിട്ടുള്ളൊരു വേർഷൻ തന്നെ നമുക്ക് ChatGPT തന്നു കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഇത്ര ഫോർമലൊന്നും ആവണ്ട, നമുക്കൊരു കാഷ്വൽ ആയിട്ട് പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ /casual എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉടനെ തന്നെ നമുക്ക് അത്ര ഫോർമലൊന്നും അല്ലാത്ത എന്നാൽ അത്ര മോശമല്ലാത്തൊരു വേർഷൻ ChatGPT തന്നിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫീസിലൊക്കെ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് /formal എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ട്രിക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതായത് എനിക്കിപ്പോൾ AI ഓട്ടോമേഷൻ എന്താണെന്ന് അറിയണമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്താണ് AI ഓട്ടോമേഷൻ എന്ന് ചോദിക്കുകയാണ്. ദെൻ അതിനുശേഷം ഞാൻ അതിൽ നിന്ന് അതായത് എനിക്ക് പറ്റിയ ഒരു സംഭവം കണ്ടുപിടിച്ചു, ഒരു സൈറ്റൊക്കെ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് AI ഓട്ടോമേഷൻ എന്താണെന്ന് എനിക്ക് കിട്ടി. അതായത് എനിക്കൊരു അസൈൻമെൻ്റ് ആണ് ഇത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് എഴുതുന്നതിന് പകരം നമുക്ക് നമ്മുടെ ChatGPTനെ കൊണ്ട് ഈ സെൻറ്റൻസ് ഒന്ന് റീറൈറ്റ് ചെയ്യിപ്പിക്കാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് /rewrite എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ChatGPT എടുക്കുന്നു, /rewrite എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഉടനെ തന്നെ ChatGPT ഇതാ നമുക്കൊരു റിട്ടൺ വേർഷൻ തന്നിരിക്കുകയാണ്. കണ്ടല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ChatGPTൻ്റെ വേർഷനല്ല എനിക്ക് വേണ്ടതൊരു ഹ്യൂമനൈസ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്ന് പറയുന്നത് /humanize എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ ഹിയർ ഈസ് എ മോർ ഹ്യൂമൻ ഫ്രണ്ട്ലി വേർഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് /humanize എന്ന് മനസ്സിലായി കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് /expand എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഈ തന്നിട്ടുള്ള ആൻസർ പോരാ, ഇതിൻ്റെ കുറച്ചുകൂടി എക്സ്പാൻഡഡ് വേർഷനാണ് വേണ്ടതെന്നിരിക്കട്ടെ. /expand എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ /expand എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചത്. ഇതാ നമ്മുടെ ആൻസർ ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ ആ ഒരു പാരഗ്രാഫിനെ ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട്
ഒരു 4 പാരഗ്രാഫ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറേ പാരഗ്രാഫൊക്കെ ആയി, ഇനി നമുക്കിത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ലിസ്റ്റ് ചെയ്ത് തരണം എന്നിരിക്കട്ടെ. /listify എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഇതിലുള്ള കണ്ടൻസ് ഒക്കെ തന്നെയും ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റയെ ലിസ്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു PDF തന്നെയാണെങ്കിലും ശരി, ഇങ്ങനെ നമ്മുടെ ChatGPTക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിനെ ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് മാത്രമല്ല, നമുക്കൊരു TLDR എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് #TLDR എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് തരും? ടു ലോങ് ഡിഡിൻറ്റ് റീഡ് എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ആണ്, നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ TLDR എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്കാണ്, TL മാത്രമേ ഞാൻ കൊടുത്തിരുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ TLDR അത് ChatGPT കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ മെയിൻ പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ട്രിക്സ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിഷ്ടമുള്ള ഒരു ഫോട്ടോ കിട്ടിയെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ ഒരു ഇമേജിനാണ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു ഇമേജിലുള്ളതുപോലെ എന്നെയും ഇവിടെ ഉണ്ടാക്കണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇമേജസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇമേജസ് എടുക്കാനുള്ള ഒരു സൈറ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഒരുപാട് സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് എടുക്കാവുന്നതാണ്. എങ്കിലും ഈ ഒരു സൈറ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. Magen.ai എന്നാണ് പേര്. ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഇഷ്ടം പോലെ ഇമേജ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രോംപ്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഈ പ്രോംപ്റ്റ് അധികം വിശ്വസിക്കാൻ പറ്റില്ല, കാരണം കറക്റ്റായിട്ടൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഇത് ഓരോരുത്തർ പോസ്റ്റ് ചെയ്യുന്ന ഇമേജ് അവർ ജനറേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റും ആയിരിക്കും. അപ്പോൾ അധികം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, പ്രോംപ്റ്റ് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രോംപ്റ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇനിയിപ്പോൾ ഈ ഇമേജാണ് വേണ്ടതെങ്കിൽ ഡൗൺലോഡ് ഐക്കൺ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ പോകേണ്ടത് ChatGPTയിലേക്കാണ്. ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ദെൻ നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ജനറേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ChatGPT പറയുന്നുണ്ട് യു ക്യാൻ യൂസ് എ പ്രോംപ്റ്റ് ലൈക്ക് ദിസ് ടു റീക്രിയേറ്റ് എ സിമിലർ അഡ്വർടൈസ്മെൻറ്റ് എന്ന് ChatGPT തന്നെ നമ്മളോട് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ChatGPT എനിക്ക് നല്ലൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോംപ്റ്റ് കറക്റ്റായിട്ടുണ്ട്. ഇനി അതിന് താഴെ നിങ്ങൾക്കൊരു സബ് ടൈറ്റിൽ കാണാൻ നെഗറ്റീവ് പ്രോംപ്റ്റ് എന്നല്ലേ. എന്താണ് നെഗറ്റീവ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ നെഗറ്റീവ് പ്രോംപ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു സംഭവവും എന്തിൽ പാടില്ല, നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന, അതായത് നമുക്ക് വേണ്ടി ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇമേജിൽ പാടില്ല. ബ്ലർ ആവരുത്, ലോ ക്വാളിറ്റി ആവരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ChatGPT തന്നെ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ നെഗറ്റീവ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ആദ്യം നിങ്ങൾ നോർമലി ഉള്ള പ്രോംപ്റ്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും അത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മുടെ പ്രോംപ്റ്റിൻ്റെ കൂടെ നെഗറ്റീവ് പ്രോംപ്റ്റ് കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സെറ്റിങ്സ്, അതായത് ആസ്പെക്ട് റേഷ്യോ, സ്റ്റൈൽ, ഇതൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ നേരെ പോകാൻ പോകുന്നത് ജെമിനിയിലേക്കാണ്. ഓക്കെ, ജെമിനി എടുത്തു. ജെമിനിയിലെ അപ്ലോഡ് ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ ഒരു ഫോട്ടോ ഞാനിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ എന്തിലേക്ക് പോവുകയാണ്, ChatGPTയിലേക്ക് പോവുകയാണ്. എനിക്ക് വേണ്ട പ്രോംപ്റ്റ് ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. ദെൻ നമ്മൾ ജെമിനിയിൽ വന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ എലഗൻറ്റ് ഫാഷൻ മോഡൽ എന്നുള്ളത് മാറ്റിയിട്ട് മീ ഡ്രസ്ഡ് ഇൻ ഓൾ വൈറ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ആ ഒരു ചേഞ്ച് മാത്രമാണ് ഞാൻ ഈ പ്രോംപ്റ്റിൽ വരുത്തുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഈ പ്രോംപ്റ്റ് വായിച്ച് തോന്നുകയാണെങ്കിൽ, അതായത് നമ്മുടെ ChatGPT ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ആ പിക്ചറും ഇതും തമ്മിൽ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഈ ഒരു പ്രോംപ്റ്റിലുള്ള ഇമേജ് മതി. ഞാനിവിടെ ആസ്പെക്ട് റേഷ്യോ 4:5 എന്നുള്ളത് കൂടി കോപ്പി ചെയ്യുന്നു. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്കൊരു കിടിലൻ ഇമേജ് തന്നെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ നിങ്ങൾക്കും പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം, ഇമേജും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വളരെ ക്വിക്കായിട്ട് പ്രോംപ്റ്റും ഇമേജും ജനറേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു ബോണസ് ട്രിക്ക് കൂടി പറയാം. നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇമേജിനെ നമുക്ക്
16:9 മാറ്റണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്ന് പറയുന്നത് AR -16:9 എന്നാണ്. ഉടനെ തന്നെ ക്രിയേറ്റിംഗ് യുവർ ഇമേജ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ഇമേജ് ഇതാ 16:9 വന്നിട്ടുണ്ട്. കണ്ടല്ലോ, അപ്പോൾ അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ 1:1 ആണ് വേണ്ടതെങ്കിൽ അതിന് പകരം 1:1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.